ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാനാക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ ഖബറടക്കം മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ നടക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷ് അവിടെ നിന്നും തത്സമയം ചേരുകയാണ് മുള്ളരിങ്ങാട്ട് നിന്ന്. മുള്ളരിങ്ങാട് വിഷ്ണു, ഇപ്പോൾ ഖബർ പൂർത്തിയാകുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്താണ് വിവരങ്ങൾ? മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലാണ് അമർ ഇലാഹിയുടെ ഖബറടക്ക ചടങ്ങുകൾ നിലവിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് പശുവിനെ കെട്ടുന്നതിന് വേണ്ടി പോയതാണ് അമർ. അതിനിടയിലാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 22 വയസ്സ് മാത്രമാണ് പ്രായം. കാറ്ററിംഗ് പഠനമെല്ലാം കഴിഞ്ഞ് മറ്റ് ജോലികളൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബത്തെ നോക്കിയിരുന്ന യുവാവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ മേഖലയിൽ ഈ നാട്ടിലാകെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജനപങ്കാളിത്തം ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ നിന്നും ആളുകളൊക്കെ എത്തിയിരുന്നു. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. രാഷ്ട്രീയ സാംസ്കാരികമായുള്ള മൃതദേഹം ഖബർസ്ഥാനിൽ അടക്കുന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. മുള്ളരിങ്ങാട് കാട്ടാനാക്രമണത്തിലാണ് അമർ ഇലാഹി മരിച്ചത്. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലാണ് ഈ ഖബറടക്കം നടക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരു നാട് മുഴുവൻ ദുഃഖഭരിതമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വളരെ ആശങ്ക നിറഞ്ഞ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. കാട്ടാന ആക്രമണത്തിൽ രക്ഷപ്പെട്ടയാൾ പറഞ്ഞത് ഈ കാട്ടാനയുടെ മുമ്പിൽ പെട്ടുപോയ ഈ അമർ ഇലാഹിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. എന്തായാലും ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയാണ് അമർ ഇലാഹി കടന്നുപോയത്. ഈ യോഗത്തിൽ നമുക്കുള്ള ആദരാഞ്ജലികൾ നമ്മളിവിടെ അർപ്പിക്കുകയും ചെയ്യുന്നു.